നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ സർക്കാർ ഏറ്റെടുത്തു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായി ചെലവാക്കുന്നു. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണെന്നും ധവളപത്രം വ്യക്തമാക്കുന്നു. കിഫ്ബിക്ക് 21,000 കോടിയുടെ വായ്പാ ബാധ്യതയുണ്ടെന്നും ധവളപത്രത്തിൽ പറയുന്നു. ധവളപത്രം പുറത്തിറക്കിയതിന് പിന്നാലെ സഭയിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ പോര്. ധവളപത്രം തയ്യാറാക്കിയതിനെ ചൊല്ലിയാണ് പോര്. ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പല്ലെന്നും ഇത് പൊളിറ്റിക്കൽ രേഖയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. മുൻ ധവളപത്രങ്ങൾ പൊളിറ്റിക്കൽ രേഖ ആയിരുന്നെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തിന് പിന്നാലെയാണ് പോര് ആരംഭിച്ചത്. അതേസമയം പ്രതിപക്ഷ നേതാവിൻ്റേത് രാഷ്ട്രീയ പ്രസ്താവനയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ മറുപടി പറഞ്ഞു. ധവളപത്രം വായിച്ചുപോലും നോക്കിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവിന് മുൻവിധിയാണെന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ ധവളപത്രങ്ങൾ പൊളിറ്റിക്കൽ രേഖയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനാണ് മറുപടിയെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി. നിങ്ങളുടെ നയം പിന്തുടരാനല്ല ജനം ഞങ്ങളെ ജയിപ്പിച്ചതെന്നും നടപടിക്രമങ്ങളുടെ ലംഘനമാണ് ഉന്നയിച്ചതെന്നും പിണറായി സഭയിൽ പറഞ്ഞു. ഇതോടെ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയും ചെയ്തു. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് മോദി രാജ്യം ഭരിക്കുന്നതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ R. ബിന്ദു. ഇന്ധനവില വർധനവിനെതിരെ CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിന്ദു ടീച്ചർ. മാസത്തിൽ 10-20 തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. BJPക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി കോടികൾ നൽകുന്ന കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാടിൽ മോദി ഭരണകൂടം മൗനം തുടരുകയാണ്. രണ്ടാം UPA സർക്കാരാണ് വില നിർണ്ണയിക്കുന്നതിനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് നൽകിയത്. ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന കോൺഗ്രസിന്റെ നയം പിന്തുടരാനാണ് മോദി സർക്കാരും ജനങ്ങൾക്ക് മേൽ ഇന്ധനവില വർധനവ് അടിച്ചേൽപ്പിക്കുന്നത്. ജനജീവിതം ദുസ്സഹമാക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു വരണമെന്നും പ്രൊഫസർ ബിന്ദു വ്യക്തമാക്കി. കുന്നംകുളം BSNL ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച ജനകീയ പ്രക്ഷോഭത്തിൽ CPM ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PG ജയപ്രകാശ്, MP പ്രവീൺ, പുഷ്പ ജോൺ, സീതാ രവീന്ദ്രൻ, പത്മം വേണുഗോപാൽ, ആൻസി വില്യംസ്, CK ലിജേഷ്, KB ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നാരംഭിച്ച മാർച്ച് BSNL ഓഫീസ് പരിസരത്ത് സമാപിച്ചു. ശക്തമായ മഴയുണ്ടായിരുന്നെങ്കിലും അത് വകവയ്ക്കാതെ നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. പ്രധാനപ്പെട്ട നിയന്ത്രണം ഗവൺമെന്റിന്റെ കീഴിലായിരുന്ന ഓയിൽ പൂൾ അക്കൗണ്ട് വേണ്ട എന്ന തീരുമാനമെടുത്തത് രണ്ടാം UPA സർക്കാരിന്റെ കാലത്താണ് എന്ന് കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർമ്മിച്ചു പോകേണ്ടതുണ്ട്. UPA സർക്കാർ ആരംഭിച്ച ഉദാരവൽക്കരണ, ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങൾ അത്യുത്സാഹത്തോടെ, ഊർജ്ജസ്വലതയോടെ ഇന്ത്യൻ മണ്ണിൽ അതിദ്രുതം മുന്നോട്ട് കൊണ്ടുപോകുന്ന RSS, BJP സംഘപരിവാര ശക്തികൾ വളരെയേറെ വിനീത വിധേയരായി പെട്രോൾ ഡീസൽ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അംബാനി ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികൾക്ക് എല്ലാ വിധത്തിലും വിടുപണി ചെയ്യുന്ന അനുഭവങ്ങളാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. KURTC AC ലോ ഫ്ലോർ ബസ് അപകടാവസ്ഥയിൽ സർവീസ് നടത്തുന്നത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും മുഖവിലക്കെടുത്തില്ലെന്ന് പരാതി. തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസിന്റെ ഇടതുവശം പൂർണ്ണമായി ചെരിഞ്ഞു പോകുന്നതാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ 8ഓടെയായിരുന്നു സംഭവം. ആളുകളെ കയറ്റുന്നതിനായി പെരുമ്പിലാവ് ബസ് സ്റ്റോപ്പിൽ നിർത്തിയ ബസ്സിലെ ഡ്രൈവറോട് പൊതുപ്രവർത്തകൻ MA കമറുദ്ദീൻ ബസിന്റെ ലീഫ് പൊട്ടിയതായും ഒരു വശം പൂർണ്ണമായി ചെരിഞ്ഞു പോകുന്നതായുമുള്ള അപകട സാധ്യത സൂചിപ്പിച്ചെങ്കിലും ഡ്രൈവർ യാതൊരു കൂസലുമില്ലാതെ ബസ് മുന്നോട്ടെടുത്തു പോവുകയായിരുന്നുവെന്ന് പറയുന്നു. നിരവധി യാത്രക്കാരുള്ള ബസ് മാസങ്ങളോളമായി വൃത്തിയാക്കാത്ത നിലയിലായിരുന്നുവെന്നും പറയുന്നു. തുടർന്ന് ബസിന്റെ നമ്പറും വീഡിയോയും ഉൾപ്പെടെ ഗതാഗത മന്ത്രിക്ക് പരാതി അയച്ചതായി MA കമറുദ്ദീൻ പറഞ്ഞു.
രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ മന്നലാംകുന്നിന്റെ നേതൃത്വത്തിൽ അകലാട് ഉന്നതിയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഗാന്ധിഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് പഠനോപകരണ വിതരണം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീലാൽ ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഷർബനൂസ് പണിക്കവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. 20-ാം വാർഡ് മെമ്പർ ഷഹാന ഷിഹാബ്, പുന്നയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ, സോണി കാഞ്ഞാണി, ഷാജഹാൻ ഹാജിയാരകത്ത്, മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനാ ഭാരവാഹികളായ ഫാറൂഖ്, ഉമ്മർ തേച്ചാൻപുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. മൂക്കുതല വാര്യർമൂലയിലെ മാസ് ടൈലറിംഗ് സ്ഥാപനത്തിലൂടെ 5.5 പതിറ്റാണ്ടിലേറെയായി തയ്യൽ തൊഴിൽ ജീവിതമാക്കിയ ശിവദാസൻ എന്ന ദാസേട്ടൻ തന്റെ ജീവിതയാത്ര തുടരുകയാണ്. അധ്വാനത്തിന്റെയും കൃത്യതയുടെയും അപൂർവ മാതൃകയാണ് 68-കാരനായ ഈ തയ്യൽ തൊഴിലാളി. മൂക്കുതല വടക്കുമുറി മഠത്തിൽ കേശവൻ നായരുടെയും മാധവിയമ്മയുടെയും രണ്ടാമത്തെ മകനായ ശിവദാസന് തയ്യൽ തൊഴിലിനോടുള്ള താൽപര്യം ആരംഭിച്ചത് ബാല്യകാലത്താണ്. 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ ആ ഇഷ്ടം പിന്നീട് ജീവിതമാർഗമായി മാറി. പഠനത്തോടൊപ്പം അഭ്യസിച്ച തയ്യൽ കലയിൽ പ്രാവീണ്യം നേടിയ അദ്ദേഹം 10 വർഷത്തിനുള്ളിൽ സ്വന്തമായി തയ്യൽക്കട ആരംഭിച്ചു. ആ യാത്ര ഇന്നും അതേ ആവേശത്തോടെയും ആത്മാർത്ഥതയോടെയും തുടരുകയാണ്. തുണിത്തരങ്ങൾ മാത്രമല്ല, മനുഷ്യരുടെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഓർമ്മകളും നൂലിഴകളാൽ തുന്നിച്ചേർക്കുന്ന ശില്പിയാണ് ദാസേട്ടൻ. പിന്നെ തൊഴിൽ കണ്ടെത്തേണ്ട തുന്നപ്പണിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ എന്റെ ഒപ്പം വേറെ ഒരു പാർട്ടി വരുന്നത്. അപ്പൊ മൂപ്പരോട് പറഞ്ഞിട്ട് മൂപ്പരോട് റെക്കമെൻഡാ കയറിയ ആ അയാളെ പേരാണ് മാധവൻ. മാധവൻ എന്നെ കൊണ്ട് അവിടെ മോജുവിന്റെ അവിടെ ചേർത്തത്. സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് യൂണിഫോമുകൾ തുന്നുന്ന തിരക്കും വിവാഹ സീസണിൽ പുതുമണവാളന്മാർക്കുള്ള വസ്ത്രങ്ങൾ ഒരുക്കുന്ന തിരക്കുമെല്ലാം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. 12 വർഷം പ്രവാസലോകത്ത് തയ്യൽ തൊഴിലാളിയായിരുന്നു. ചങ്ങരംകുളം, മൂക്കുതല മേഖലകളിലെ നിരവധി ടൈലർമാർ ഇദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ തൊഴിൽ മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. ഉഷയാണ് സഹധർമ്മിണി. സജീഷ്, ശരണ്യ എന്നിവർ മക്കളും ഹരിത, ദീക്ഷിത് എന്നിവർ മരുമക്കളുമാണ്. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിന്റെ 2026-27 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് പ്രാർത്ഥന ആലപിച്ചതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളെ കളഭം തൊട്ട് സ്വീകരിച്ചു. കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് M. ചീരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷയും കൗൺസിലറുമായ ആർഷ ജിജു, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മിഷ സെബാസ്റ്റ്യൻ, കൗൺസിലർ ശ്രീജിത്ത് ആവേൻ, സ്കൂൾ പ്രിൻസിപ്പൽ NJ ലിസി, AS ഗിരീഷ് കുമാർ, ബെൻസൺ വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിനു ശേഷം നഗരസഭാ വൈസ് ചെയർമാൻ കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു. ചരമം. കടങ്ങോട് റൈസ് മിൽ സെന്ററിൽ കാളിയമാക്കിൽ പരേതനായ രാഘവന്റെ മകൻ ഗീതേഷ് നിര്യാതനായി. 45 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഷൊർണൂർ ശാന്തിതീരത്ത് നടത്തും. ശാന്ത മാതാവും ഗിരീഷ്, ഗിനിഷ, ഗിനിക എന്നിവർ സഹോദരങ്ങളുമാണ്. കോട്ടപ്പടി പൂക്കോട് സാംസ്കാരിക നിലയത്തിനു സമീപം താമസിക്കുന്ന ഇട്ടിക്കാട്ട് രാജൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തും. വിജയ ഭാര്യയും ശ്യാംരാജ്, ശില്പരാജ് എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.